ഹലോ എവരിവൺ, ബാക്ക് ടു വൺ ഓഫ് ദ വീഡിയോ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് എനിക്കിതിൽ തോന്നിയ ചെറിയ ചെറിയ പോരായ്മകളും ചെറിയ ചെറിയ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്നൊക്കെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നോയ്സ് ഉണ്ടാവും, തൽക്കാലത്തേക്ക് ക്ഷമിക്കുക, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സോ ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ള എന്താ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ വന്നായിരുന്നു. ഈ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് സാധാരണ നമ്മൾ പഴയ വണ്ടികളിലൊക്കെ നമുക്ക് കാണുന്നത് ഇൻഡിക്കേറ്റർ നമ്മൾ ഒറ്റ സ്വിച്ചായിരിക്കും. ഇപ്പോൾ വരുന്ന വണ്ടികളിലെല്ലാം ഈ ടൈപ്പ് സ്വിച്ചാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ക്യാൻസൽ ചെയ്യുന്ന ഇത് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. വേറെ പല വണ്ടികളിലും ഇതിൻ്റെ ഈ ക്യാൻസൽ ബട്ടൺ മച്ച് ബെറ്റർ ആയിട്ടുള്ളത്, ലൈക്ക് ഇൻഡോർക്ക് ചില ബൈക്കുകളിലൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും ഇത് സ്റ്റക്ക് ആവുകയും ചെയ്തു. വെള്ളം കയറിയപ്പോൾ എനിക്ക് ഇതിൽ ഇൻഡിക്കേറ്റർ സ്റ്റക്ക് ആവുന്നൊരു ഇഷ്യൂ ഉണ്ടായത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹോണിൻ്റെ ബട്ടണാണ്. ഈ ഹോൺ ബട്ടൻ്റെ ആക്ടിവേഷനാണ്. ഹോൺ ബട്ടണും അതുപോലെ ഈ റിവേഴ്സും ക്രൂസ് കൺട്രോളൊക്കെ യൂസ് ചെയ്യുന്ന ഈ രണ്ട് ബട്ടണും. സാധാരണ നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്കാണ് പ്രസ് ചെയ്യുന്നത്, ലെഫ്റ്റ് റൈറ്റ് ആ ഒരു മോഷനാണ്. പക്ഷേ ഇതിൽ എൻ്റെ ഹോണും അതുപോലെ ഈ സ്വിച്ചും അപ്പ് ടു ഡൗൺ എന്ന് പോലെ ഇങ്ങോട്ടാണ്. സാധാരണ നമ്മൾ ഇൻഡിക്കേറ്റർ നമ്മൾ അകത്തേക്കാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് അപ്പ് ടു ഡൗൺ ആയിട്ടാണ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രസ്സിങ് വരുന്നത്. അപ്പോൾ അത് നോർമൽ ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്ത ഒരു രീതി വെച്ച് ചിലപ്പോൾ പലപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ട്. കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ആകും. പക്ഷേ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ ഒന്നിക്കൂടെ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ പഴയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ഇതിൽ ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഹോണ് നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ, നമ്മൾ പഴയ ആ ഒരു ഇതിൽ തന്നെ ഹോൺ യൂസ് ചെയ്യുമ്പോൾ ഇത് വർക്കാവാത്ത പോലെ പിന്നീട് വർക്ക് ചെയ്ത് സൈഡിലേക്കല്ലല്ലോ താഴേക്കാണെന്ന് ഓർമ്മ വരിക. എനിക്ക് തോന്നിയിട്ടുള്ള നമ്മളെ സാധാരണ ഒരു ഹോണിൻ്റെ പ്ലേസ്മെൻറ്റ് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇത് ഇത്രയും താഴെ നമ്മൾ പലപ്പോഴും പലപ്പോഴും നമ്മൾ പെട്ടെന്നുള്ള യൂസിൽ നമ്മൾ ഹോണിൻ്റെ ഹാൻഡ് കറക്റ്റ് പ്ലേസ്മെൻറ്റ് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഹോണെന്ന് പറഞ്ഞ് ഞെക്കാറുള്ള ഈ സ്വിച്ചിലേക്കായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ജോയ്സ്റ്റിക്ക് എത്രത്തോളം ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ ജോയ്സ്റ്റിക്ക് കീ വെച്ച് നമുക്ക് ആ കൂടി വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് നമുക്ക് റീജിയൻ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ മാത്രമുള്ളൂ. ആ കൂടി 1-2 യൂസ് മാത്രമേ അതിൽ എനിക്ക് ഈ കീ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയ മെയിൻ ബട്ടണായിട്ട് എനിക്ക് തോന്നില്ല. അത് കുറച്ച് താഴെ ആക്കിയിട്ട് ഹോൺ മുകളിലായിരുന്നു കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മഡ് ഗാർഡുകൾ ഫ്രണ്ടും ബാക്കും. ഒരു സ്റ്റൈലിസ്റ്റിക് ചോയ്സായിട്ടൊക്കെ ഒരു മഡ് ഗാർഡ് ഇത്രയും ചെറുത് കൊടുത്തത്. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഈ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ചെളി അടിച്ച് കയറുമ്പോൾ വളരെ മോശം അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഇനി ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കാമെന്ന് വെച്ചാൽ ഷോറൂംകാർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1-2 മഡ് ഗാർഡ് നോക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് തന്നെ എടുത്ത് വയ്ക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അതുപോലെ ഒരു എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ സൈഡ് സ്റ്റാൻഡ്. ഓക്കെ, ഈ സൈഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഒരുപാട് പോയിൻ്റ് കണ്ടറിയാം. ഈ സൈഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഒരുപാട് പോയിൻ്റ് ആയിട്ടുള്ള ഇതാണ്. ചടിയിലൊരു ഫ്ലാറ്റ് ഇതുപോലെ ഒന്നുമില്ല. അപ്പം ഞാൻ അവിടെ ഷോറൂമിലേക്ക് ചോദിക്കുകയും ചെയ്തതാണ്, എനിക്കിതിൻ്റെ അടിയിലേക്കൊരു ഫ്ലാറ്റ് പീസ് വെച്ച് വെൽഡ് ചെയ്യാൻ കഴിയുമോ അങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് വെൽഡ് ചെയ്ത് വെച്ച സൈഡ് സ്റ്റാൻഡിൻ്റെ അടിയിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്താൽ സൈഡ് സ്റ്റാൻഡിൽ ഒരു സെൻസർ വരുന്നുണ്ട്. അപ്പോൾ ആ സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ അതിൻ്റെ വാറണ്ടി കട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സർവീസ് സെൻറ്ററിലെ ടെക്നീഷ്യൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുകിൽ കമ്പനി തന്നെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൈഡ് സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരണം. പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ശേഷം വണ്ടിയിൽ ബെൽറ്റ് കുറച്ച് ഓവർ ടൈറ്റ് ആയിട്ടുണ്ടോ ഡൗട്ടുണ്ട്. കാരണം നേരത്തെ ഇല്ലാത്തതിനെക്കാട്ടി കൂടുതലായിട്ട് ശബ്ദം കൂടുകയും വളരെ കൂടുതലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. നേരത്തെ ഒരു
25-നും 40-നും ഇടയ്ക്ക് അത് മാത്രമേ ബെൽറ്റിന് നോയ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ത്രൂ ഔട്ടായിട്ട് നല്ല നോയ്സ് ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ മോഡിലേക്ക് പോകുമ്പോൾ 90 എബോവ് ഒക്കെ പോകുന്ന മോഡിൽ പോലും ഇപ്പോൾ ഒരു 80ക്ക് മേളിലേക്ക് നല്ല പിടുത്തമായിട്ടുള്ള തോന്നുന്നു. അത്രയ്ക്ക് ഈസി ആയിട്ട് ഒരു 90യോ അതിന് മേളിലൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഈ സ്ക്രീനിൻ്റെ ഒരു പ്രശ്നമല്ല, എന്നാൽ തന്നെയും കുറച്ച് ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ സ്ക്രീൻ ഏകദേശം 7 ഇഞ്ച് വലിപ്പമുണ്ട്, ഏകദേശം ഒരു ടാബ്ലറ്റിൻ്റെ അത്രയും. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ നമുക്ക് പ്രോപ്പറായിട്ട് വിസിബിൾ അത്രയ്ക്ക് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ചെറിയ ചെറിയ ലെറ്റേഴ്സാണ് എല്ലാം വരുന്നത്. നമുക്ക് വളരെ പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ഈസി അല്ല ഇത് കാണുവാനായിട്ട്. വണ്ടി ഇപ്പോൾ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്, സ്ക്രീൻ എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല. വളരെ ചെറിയ ചെറിയ ഫോണ്ടുകളാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ ഫോണ്ട്, അതായത് ഈ ലെറ്ററിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫോണ്ട് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്യാവുന്ന വിഷയമുള്ളൂ. പക്ഷേ അത് ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓടോ ഒക്കെ ഇത്രയ്ക്ക് സ്മോളാണ്, നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. നോർമൽ ഇപ്പോൾ എൻ്റെ ഒരു ആംഗിൾ ഇത്രയാണ്, അപ്പോൾ ഈ ആംഗിൾ പോലും എനിക്കിത് പ്രോപ്പറായിട്ട് വിസിബിൾ അല്ല. പിന്നെയുള്ള ചെറിയ ചെറിയ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇത്രയൊക്കെ അടുത്ത് വന്നാലാണ് ബാറ്ററി പെർസെൻറ്റേജ് എന്നെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ബെറ്റർ ആക്കാമെന്ന് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ കാര്യമാണ് ഈ ചാർജിങ് ഓപ്ഷൻ. അതിൽ ഈ സ്മാർട്ട് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വൈകുന്നേരം 5 മണി തൊട്ട് രാവിലെ 5 മണി വരെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ സമയം വിട്ടുപോയാൽ നമുക്കത് ആ ഒരു ഓപ്ഷനിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇത് ഫിക്സ് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ 5 മണിയല്ലാതെ അതിന് മുന്നെയോ അതിന് ശേഷമോ 5 to 5 എന്ന ഒരു 12 മണിക്കൂർ സമയം കൊണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അറിയാം, സോഫ്റ്റ്വെയർ വെർഷൻ 1.01 ആണ്. അതിപ്പോൾ 1.02 എത്തിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഒരുപാട് പുതിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കേൾക്കാൻ തോന്നുന്നത്. എന്തായാലും ഞാൻ കുറച്ച് നാളത്തെ ഇതിന് ശേഷം മാത്രമേ എന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഉള്ളതൊക്കെ അറിയിക്കാനും ഞാൻ തോന്നി. ബാക്കി കാര്യങ്ങൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എന്തായാലും അറിയിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.